അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കുട്ടികളെ, 4ാം ക്ലാസ്സിലെ എല്ലാ പാഠവും പരീക്ഷയ്ക്കുള്ള മുഴുവൻ പാഠവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു റിവിഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചതിന് ശേഷമാണ് ഈ മോഡൽ ചോദ്യപേപ്പർ നമ്മൾ നോക്കേണ്ടത്. കഴിഞ്ഞ വർഷം ഗൾഫിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. വൃത്തിയുള്ള ശരീരത്തിന് എന്താണ് വേണ്ടത്? മിസ്വാക്ക് ചെയ്യണം. ഇതാണ് ഉത്തരം. അടുത്തത്, വൃത്തിയുള്ള കൽബിന് എന്താണ്? തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അടുത്തത് 3ാമത്തെ ചോദ്യം, വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ചു പ്രവേശിക്കുക. അടുത്തത്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുകാൽ വെച്ച് ഇറങ്ങുക. അടുത്തത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. അടുത്തത്, നള്ളിഫൂ അഫ്നിയതക്കും. അടുത്തത്, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട 2 കാര്യങ്ങൾ എഴുതാനാണ്. ഇതാ, സഹജീവികളെ സംരക്ഷിക്കുക, മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക, ജലം മലിനമാക്കാതിരിക്കുക. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്, ഇവിടെ കുറേ ഉണ്ട്. അതിൽ നിന്ന് 2 എഴുതിയാൽ മതി. അടുത്തത്, പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ. പ്ലാസ്റ്റിക് നിയന്ത്രിക്കാൻ എന്താ ചെയ്യേണ്ടത്? പ്ലാസ്റ്റിക് നിയന്ത്രിക്കാനുള്ള വഴികൾ കണ്ടില്ലേ? തുണി സഞ്ചി ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് 2 എഴുതാനാണ്. പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. 100 കണക്കിന് വർഷങ്ങൾ മണ്ണിൽ വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും. മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കും. ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ എത്തും. അങ്ങനെ കുറേ ഉണ്ട്. അടുത്തത്, വൃത്തിയുള്ള പരിസരത്തിന് നാം ചെയ്യേണ്ടവ എന്തെല്ലാം? വൃത്തിയുള്ള പരിസരത്തിന് ചെയ്യേണ്ടത് വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. അടുത്ത, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? അപ്പോൾ ഒരു വലിയ ദിക്റാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ ദിക്ർ നമ്മൾ പഠിക്കണം. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജിന വബിസ്മില്ലാഹി ഖറജിന വഅലല്ലാഹി റബ്ബിന തവക്കൽന. അടുത്തത്, എന്തെല്ലാം ഉൾക്കൊള്ളതാണ് നമ്മുടെ പ്രകൃതി? എന്താണ്? സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും പിന്നെ അന്തരീക്ഷവും ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രകൃതി. അപ്പം നമ്മുടെ പ്രകൃതി ഉൾക്കൊള്ളുന്നതാണ് ഇതൊക്കെ. അതാണ് ചോദിച്ചത്. അടുത്തത്, സഅദ് റളിയല്ലാഹു അൻഹുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട അമിതവ്യയം എന്തായിരുന്നു? ഇതാ, ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന നാശകാരി ഏതാണ്? ഉത്തരം വളരെ സിമ്പിൾ, പ്ലാസ്റ്റിക്. അടുത്ത, പൂർത്തിയാക്കാം. മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ്. എന്താണ്? എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉത്തരം. എന്താണ്? മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. അടുത്ത ചോദ്യം, വിഭവങ്ങളുടെ അമിതവ്യയം പോലും പ്രകൃതിയെ ഡാഷ്. കണ്ടോ? നശിപ്പിക്കലാണ്, പ്രകൃതിയെ നശിപ്പിക്കലാണ്. അടുത്തത്, കിബ്ർ, ഹസദ്, റിയാ, ഷിർക്ക് തുടങ്ങിയവ തൊട്ട് കൽബിനെ ഡാഷ്. കണ്ടോ? ശുദ്ധമാക്കണം. അടുത്തത്, പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും. അത് അപ്പോൾ പാട്ട് പഠിക്കാം. പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും. അടുത്തത്, അല്ലാഹുമ്മ ഇന്നി. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞത് തെറ്റിയില്ലേ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താ പറയേണ്ടത്? ഇതാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് പറയേണ്ടത് അല്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിയാണ് കേട്ടോ, സോറി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക.
അതിവിടെ ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഖറജിന വഅലല്ലാഹി റബ്ബി തവക്കൽന. അപ്പോൾ അത് പൂരിപ്പിക്കാനാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഏത് പരീക്ഷൻ്റെ, ഗൾഫിൽ നടന്ന പരീക്ഷൻ്റെ ചോദ്യപേപ്പർ. ഇനി കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഈമാനിൻ്റെ ഭാഗമാണ് എന്ത്? വൃത്തി, അല്ലേ? വൃത്തി ഈമാൻ്റെ ഭാഗമാണ്. അടുത്തത് തിന്മകളിൽ നിന്നു ഡാഷ് എന്താണ്? ഒഴിഞ്ഞു നിൽക്കണം. അടുത്തത് നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അടുത്തത് ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. അടുത്തത് നളിഫു അഫ്നിയത്തക്കും. അടുത്ത ചോദ്യം ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ എന്തൊക്കെയാണ്? അത് നമ്മൾ പാഠത്തിൽ പറഞ്ഞത് തന്നെ എഴുതണം അവിടെ. ശരീരം വൃത്തിയാവാൻ മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം. അതന്നെ എഴുതണം കേട്ടോ. അടുത്തത് പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ എന്താണ്? വീടും വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. അടുത്തത് മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഉത്തരം മരം നട്ടുപിടിപ്പിക്കൽ. വിഭവങ്ങളുടെ അമിതവ്യയം പോലും പ്രകൃതിയെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതേ ചോദ്യപേപ്പറിൽ ചോദ്യം ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഇതൊക്കെ. പ്രകൃതിയെ നശിപ്പിക്കലാണ്, കണ്ടോ? നശിപ്പിക്കലാണ്. അടുത്ത പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ്, കണ്ട അതേ ചോദ്യം, പ്ലാസ്റ്റിക്. അടുത്ത് കൽബിൻ ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നിടും. കണ്ടോ? അപ്പോൾ ഗൾഫിലെ പരീക്ഷയ്ക്ക് ഇത് വന്നു, നമ്മുടെ പരീക്ഷയ്ക്ക് ഇതും വന്നു. അപ്പോൾ പാട്ട് നന്നായി പഠിച്ചു വെക്കുക, ഏത് ചോദ്യവും വരാം. അടുത്ത ഉത്തരം എഴുതാം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ ചെല്ലേണ്ടത്? നേരത്തെ നമ്മൾ പറഞ്ഞു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അടുത്തത് സഅദ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ചോദ്യം തന്നെയാണല്ലോ. സഅദ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട അമിതവ്യയം എന്തായിരുന്നു? ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത്. മറന്നോ? ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തത്. അടുത്തത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാലം മുന്തിക്കണം? ഇടതുകാല്. അടുത്തത് 2 വീതം എഴുതാൻ. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു. പ്ലാസ്റ്റിക് നിയന്ത്രിക്കണ വഴികൾ അത് പറഞ്ഞു. പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പറഞ്ഞു. അടുത്ത അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ. ഇതേ ചോദ്യം തന്നെ കണ്ടോ? വലജിന. അപ്പോൾ ഏകദേശം നമുക്ക് ചോദ്യം മനസ്സിലായി. അങ്ങനെയൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക? നന്നായി പഠിക്കുക. പിന്നെ ഈ അറബി ഉണ്ടല്ലോ, അതായത് അറബി നളിഫു അഫ്നിയത്തക്കും പോലത്തെ അറബികൾ, അതൊക്കെ നന്നായി പഠിക്കുക. പിന്നെ കഴിഞ്ഞ വർഷം വരാത്ത സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതൊക്കെ ഇനി എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ, നിങ്ങളുടെ മുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയാക്കുവിൻ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കും. ഇതൊന്നും ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ടില്ല, കഴിഞ്ഞ വർഷം വന്നിട്ടില്ല. അപ്പോൾ ഈ വർഷം വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക? പ്രത്യേകം മനസ്സിലാക്കിയിട്ട് പഠിക്കുക.